കേരളത്തിൽ മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് 2020 പാർട്ടിയുടെ നേതാവും കിറ്റെക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ് MD-യുമായ സാബു എം ജേക്കബ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വിജയത്തിനുള്ള തന്ത്രം LDF ഒരുക്കുമെന്നും സാബു എം ജേക്കബ് പറഞ്ഞു. കൊച്ചിയിൽ കേരള വിഷൻ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 26-ൽ വീണ്ടും LDF അധികാരത്തിലേറിയാൽ ഒരതിശയവും വിചാരിക്കേണ്ട കാര്യമില്ല. അവിടെ ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരുടെ ഒരു വികാരം പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരേ ഒരു വഴിയായിട്ട് കോൺഗ്രസിനെ കണ്ടു വോട്ട് ചെയ്തു. അതിൻ്റെ അർത്ഥം 26-ൽ ഒരു പക്ഷേ LDF അധികാരത്തിലേറാം. അതിനെങ്ങനെയാണ് സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ജനങ്ങളെ വഞ്ചിക്കാനും പറ്റിച്ച് വോട്ട് നേടാനും ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുകളാണ് LDF നേതാക്കന്മാർ. ഇപ്പോൾ കഴിഞ്ഞ തവണ നമുക്കറിയാം, എല്ലാവരും പറയുന്ന അല്ലെങ്കിൽ ഒരു വസ്തുതയാണ്, ഒരു കിറ്റ് കാണിച്ച് ഒരു കിറ്റ് കൊടുത്ത് 99 സീറ്റ് നേടിയവരാണ്. കിറ്റ് രാഷ്ട്രീയത്തിന്റെ തുടർച്ചയെന്ന നിലയ്ക്ക് മറ്റൊരു തന്ത്രമായിരിക്കും CPIM പയറ്റുക. കിറ്റ് രാഷ്ട്രീയവും കിറ്റെക്സ് രാഷ്ട്രീയവും വേറെ വേറെയാണെന്നും സാബു എം ജേക്കബ് പറഞ്ഞു. ഈ കിറ്റ് കാണിച്ച് വോട്ട് നേടിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കിറ്റ് രാഷ്ട്രീയം കിറ്റെക്സ് രാഷ്ട്രീയം എന്ന് രണ്ടിനെയും മാറ്റാൻ കഴിയില്ല. ഞങ്ങൾ ഇലക്ഷൻ വരുമ്പോൾ ഒരു കിറ്റ് കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് അധികാരത്തിൽ ഏറിയവരുമല്ല, അധികാരത്തിൽ കയറുന്നവരുമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 2020 വോട്ട് വിഹിതം പ്രതീക്ഷാജനകമാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു വിജയസൂചനയാണെന്നും സാബു എം ജേക്കബ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഞങ്ങൾ ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ നേടിയ വോട്ടുകൾ തീർച്ചയായിട്ടും നിയമസഭയിൽ നല്ലൊരു വിജയം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ് അതിൽ കിട്ടിയിരിക്കുന്നത്. അതേസമയം അധികാരത്തിനു വേണ്ടി സഖ്യകക്ഷികളുടെ കാലുപിടിക്കേണ്ട അവസ്ഥ NDAയ്ക്ക് വന്നത് ഗതികേടാണെന്നും സാബു എം ജേക്കബ് വിമർശിച്ചു. NDA തന്നെ കേവല ഭൂരിപക്ഷം നേടിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് എത്രയോ കൈയും കാലും പിടിച്ച് എത്ര വിനയത്തോടു കൂടിയാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ ഏത് രീതിയിലും എത്ര തരം താണ രീതിയിലായാലും അധികാരം നിലനിർത്തുക എന്നുള്ളത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവരുടെ ഒരു ആവശ്യമാണത്. അപ്പോൾ അതിനവർക്ക് നാണവും മാനവും ഒന്നും നോക്കാറില്ല അവർ. കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ MS ബനേഷിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പ്രതികരണങ്ങൾ. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഞായർ രാത്രി 9-ന് ട്രൂ കോളർ എന്ന പരിപാടിയിൽ സംപ്രേഷണം ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.